സന്തോഷം സമൃദ്ധി എല്ലാം നിറഞ്ഞൊരു വിഷു ആശംസിക്കാണ്. അപ്പം ഈ ഒരു വർഷം നല്ലൊരു വർഷമാവട്ടെ എല്ലാവർക്കും. അപ്പൊ നമുക്ക് വിഷു ആയിട്ട് എന്റെ വ്യൂവേഴ്സിന് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഇതൊരു പേഴ്സണൽ റീഡിങ് എന്നല്ല, നിങ്ങളുടേതായ മെസ്സേജുകൾ ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വിവാഹ സംബന്ധമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുക്കാം. പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ ചെറിയൊരു ഫീസ് ഉണ്ട്. അപ്പൊ ഇതെന്റെ വാട്സാപ്പ് നമ്പറാണ്. ഇതിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി പേഴ്സണൽ റീഡിങ്ങിന്. അപ്പൊ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും തന്നാല് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി തരാം കേട്ടോ. അല്ലെങ്കിലും പ്ലേസ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ബർത്തും ഇല്ലെങ്കിലും കാർഡ് റീഡിങ് എടുത്ത് തരും. പ്ലേസ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ബർത്തൊക്കെ ഉണ്ടെങ്കിലും ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി തരും കേട്ടോ. എന്തെങ്കിലും പരിഹാരങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തരും. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോകൾ ചെയ്യാനായിട്ട് പ്രചോദനമുണ്ട്. അപ്പൊ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ ദയവായിട്ട് എല്ലാവരും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. യൂണിവേഴ്സിന് വിഷുവായിട്ട് നൽകുന്ന മെസ്സേജസ് എന്താണ്? യൂണിവേഴ്സ് മെസ്സേജ് വിഷുവായിട്ട് നൽകുന്ന മെസ്സേജസ് എന്താണ്? യൂണിവേഴ്സ് 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 യൂണിവേഴ്സ് മെസ്സേജ് കൊടുക്കുന്ന മെസ്സേജസ് എന്താണ്? വിഷുവായിട്ട് എന്റെ വ്യൂസിന് യൂണിവേഴ്സ് നൽകുന്ന 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 മെസ്സേജസ് എന്താണ്? വിഷുവായിട്ട് എന്റെ വിഷുവായിട്ട് എന്റെ വ്യൂസിന് നൽകുന്ന മെസ്സേജസ് എന്താണ്? 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 അപ്പൊ കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് തന്നെ കളിച്ച നിങ്ങള് നല്ല കഠിനാധ്വാനികളും നല്ല പക്വതയുള്ള ആൾക്കാരാണെന്നാ പറയണത് നിങ്ങളിത് കാണുന്നവര് കേട്ടോ. നിങ്ങൾക്ക് വലിയ വലിയ ബിസിനസ് ഒക്കെ കൈകാര്യം ചെയ്യാനൊക്കെ നല്ല പക്വതയുണ്ടെന്നാണ് പറയണത്. സ്വന്തം കുടുംബത്തിന്റെ ഒക്കെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ആൾക്കാരാണ് നിങ്ങള്. എല്ലാം പരിപാലിച്ചു കൊണ്ട് നടക്കുന്ന അത്രയും പക്വതയുള്ള ആൾക്കാരാണ് നിങ്ങള്. നല്ലൊരു ആൾക്കാരാണ് നിങ്ങള്. നല്ല ആൾക്കാരാണ് നിങ്ങള്. സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെ എല്ലാ സമ്പത്തും സമൃദ്ധിയും സുരക്ഷിതത്വവും എല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന പറഞ്ഞത്. നല്ല ശുദ്ധ മനസ്സുള്ള ആൾക്കാരാണ് കേട്ടോ നിങ്ങളെ. കുടുംബം ബിസിനസ് ഒക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്ന വ്യക്തികളാണ് നിങ്ങള്. നിങ്ങൾക്ക് നല്ല കഴിവുകളുണ്ട്. നിങ്ങളുടെ കഴിവുകളെല്ലാം തിരിച്ചറിയാം.
നല്ല ഈശ്വരാനുഗ്രഹമുള്ള ആൾക്കാരാണ് നിങ്ങൾ കേട്ടോ. ധൈര്യം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് എത്ര വലിയ പ്രോബ്ലംസ് വന്നാലും നിങ്ങൾക്ക് അതെല്ലാം തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയും കേട്ടോ. അതായത് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കാർഡാണ് അത്, എൻ്റെ സ്ട്രെങ്തിന്റെ കാർഡ്. പിന്നെ നിങ്ങൾക്ക് എന്താ, മനസ്സിന് 10 ഓഫ് കപ്സ്, അത് മനസ്സിന് വളരെ സംതൃപ്തി നൽകുക. നിങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി സംതൃപ്തി, ആനന്ദവും ആവേശവും എല്ലാം നിങ്ങൾക്ക് ഉണ്ടാവാൻ പോണെന്നാ പറയണത്. നിങ്ങളുടെ ബന്ധം, കുടുംബം, ജീവിതം ഇതെല്ലാം ഇനി സന്തോഷവും സമാധാനം ഒക്കെ നിറഞ്ഞതാവുന്നാ പറയണത്. നല്ല പ്രണയബന്ധങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് കേട്ടോ. പുതിയ ബന്ധം അല്ലെങ്കിൽ ഇപ്പൊ നിലവിലുള്ള തന്നെ വളരെ സന്തോഷവും സമാധാനമൊക്കെ ആയിട്ട് വരാനാ പോണം. നല്ല ദാമ്പത്യം ഉണ്ടാവും നിങ്ങൾക്ക് ഇനി നല്ല സൗഹൃദം ഉണ്ടാവാ. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡുകളാണത്. പിന്നെ നല്ല നിങ്ങളുടെ ഫാമിലി തന്നെ വളരെ സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ഒരു നല്ലൊരു ഫാമിലി, നല്ല ഫ്യൂച്ചറിൽ നല്ല സന്തോഷമുള്ള ജീവിതം ഉണ്ടാവുന്ന പറഞ്ഞു നിങ്ങളുടെ ഫാമിലിയില്. ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മാരേജിന് സമയമായി. സന്തോഷകരമായ ദാമ്പത്യവും സന്തോഷവും സമാധാനവും എല്ലാ ആഘോഷങ്ങളും നിങ്ങളിലേക്ക് ഉണ്ടാവാൻ പോണെന്നാ പറയണത്. അപ്പൊ വളരെ വിഷുവായിട്ട് നിങ്ങൾക്ക് വളരെ നല്ല കാർഡുകളാണ് വന്നത്. പിന്നെന്താ, 2 ഓഫ് പെന്റിക്കിൾസ്. നിങ്ങള് ഒരു സമയം തന്നെ 2 കാര്യങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ് പറയുന്നത്. അപ്പൊ അതിലൊരു തീരുമാനം എടുക്കാനുള്ള ഒരു കൺഫ്യൂഷനായിട്ട് ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സമയമാണ്. 2 കാര്യങ്ങൾ നിങ്ങൾ ഒരു സമയം തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. പല കാര്യത്തിലും നിങ്ങൾക്ക് ഒരു റിസ്ക് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ. പുതിയ പുതിയ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. അതില് ഒന്ന് നിങ്ങൾക്ക് തെരഞ്ഞെടുക്കണം. അപ്പൊ അതിന് നല്ല സ്വാധീനത്തിൽ പോരാടാ, ബാലൻസ് കീപ്പ് ചെയ്ത് ബാലൻസ് നിലനിർത്തിക്കൊണ്ട് പോവാ. രണ്ടെണ്ണണ്ട്, അതിലൊന്ന് നിങ്ങൾ തെരഞ്ഞെടുക്കുക. പിന്നെ നിങ്ങൾക്ക് 8 ഓഫ് ഹാൻഡ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലി സ്ഥലത്തോ അല്ലെങ്കിലും ഒരു ട്രാവല് നിങ്ങൾക്ക് സൂചിപ്പിക്കുന്നുണ്ട് കേട്ടാ. നിങ്ങൾക്കൊരു ട്രാവല് വരുന്നുണ്ട്. ഇപ്പൊ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ സാധിക്കും. പിന്നെന്താ, ഇപ്പൊ പോരാട്ടത്തിനുള്ള ഒരു കാലതാമസത്തിന് പോരാട്ടത്തിനൊക്കെ ശേഷമുള്ള ഒരു കാലത്തെയാണ് ഇപ്പൊ പറയുന്നത്. ഇനി നിങ്ങളിലേക്ക് നല്ല ഐക്യവും സമാധാനവും എല്ലാം വരാൻ പോകുന്നത് കേട്ടോ. വളരെ സന്തോഷമായിട്ടുള്ളൊരു നിങ്ങളിപ്പോ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടെങ്കിൽ അവര് നിങ്ങളെ വന്ന് വിളിക്കാനോ നിങ്ങളെ കാണാനോ ഒക്കെ സാധിക്കും. നിങ്ങളെ വന്ന് കാണുകയൊക്കെ ചെയ്യും കേട്ടോ. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വരണമെന്നാ പറഞ്ഞത്, നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നാ പറഞ്ഞത് നിങ്ങളുടെ പേഴ്സൺ. പിന്നെന്താ, ഇനി നിങ്ങളുടെ ഇതിലെ ആഘോഷങ്ങളും എല്ലാം ഒന്ന് വരാൻ, നിങ്ങളുടെ ലൈഫിലെ ഇനി ആഘോഷങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. വിവാഹത്തിന്റെ ആഘോഷം, കുട്ടിയുടെ ജനനം, ജോലിയില് പ്രമോഷൻ കിട്ടുക, അങ്ങനെ എല്ലാവിധ ആഘോഷങ്ങളാണ് നിങ്ങളിലേക്ക് ഇനി വരാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിന് സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ നല്ലൊരു ജീവിതശൈലി നിങ്ങളിലേക്ക് വരും. ഒരു പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടിയിട്ട് വളരെയധികം സന്തോഷം ഉണ്ടാവാം. ഇപ്പൊ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ, ഇപ്പൊ നോ കോണ്ടാക്ട് ആണെങ്കിൽ അവര് നിങ്ങളിലേക്ക് തന്നെ വരുന്നു. റീയൂണിയൻ പറയണു, ബന്ധു, പ്രിയപ്പെട്ട ഒരാളുമായിട്ടൊക്കെ സന്തോഷകരമായ ഒരു പുനഃസമാഗമം ഉണ്ടാവാൻ പോവാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വരണു എന്നാണ് പറയണത്. പിന്നെ നിങ്ങളൊരു പോസിറ്റീവ് ഡയറക്ഷനിലേക്കാണ് നിങ്ങൾ മൂവ് ചെയ്യണമെന്നാണ് പറയണത്. നിങ്ങളുടെ അടുത്തേക്ക് ഒരു ആംബിഷൻ, നിങ്ങളുടെ കോൺഫിഡൻസ്, വിൽ പവർ, സ്ട്രെങ്ത്, ഇതിനൊക്കെ ഇതൊക്കെ നിങ്ങൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നതാണ്. നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങളുടെ പ്രത്യേക ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ധൈര്യത്തോടെ സധൈര്യം നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന പറയണത്. ആ ലക്ഷ്യം മാത്രം ഫോക്കസ് ചെയ്ത് പോവാ, നിങ്ങളുടെ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. നിങ്ങൾ നല്ല പവറുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ കോൺഫിഡൻസോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാകും എന്നാണ് പറയണത്. കുറച്ച് പേർക്ക് ഒരു പ്രയാസങ്ങളുണ്ട്, കുറച്ച് പേർക്ക്, അത് വളരെ കുറച്ച് പേർക്കാണ് പറയുന്നത്. ബാക്കിയെല്ലാം നല്ല കദ്ദാണ്. വളരെ കുറച്ച് പേർക്ക് എന്താന്ന് വെച്ചാ ഒരു നിരാശ, ഒരു ഉപേക്ഷിക്കല്, അങ്ങനെ ഒരു ചെറിയൊരു വിഷമങ്ങൾ പറയുന്നത് വളരെ കുറച്ച് പേർക്കാണ് അത്. ഇപ്പോഴത്തെ നിരാശ ഭാവിയിൽ കൂടുതൽ സംതൃപ്തി, ആഴത്തിലുള്ള വളർച്ചയൊക്കെ ഉണ്ടാവുന്ന പറഞ്ഞത്. ലൈഫില് ആരോ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയി എന്നാ പറയുന്നത്.
റിലേഷൻഷിപ്പിൽ ഒരു അകൽച്ച. അപ്പം കുറച്ചു പേർക്കാണ് കേട്ടോ, ബാക്കിയുള്ളവർക്ക് വളരെ നല്ലതാണ് പറഞ്ഞത്. കുറച്ചു പേർക്ക് റിലേഷൻഷിപ്പിൽ ഒരു അകൽച്ചയുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരാളെ ഉപേക്ഷിച്ചു, അങ്ങനെയാണ് പറയണത്. പിന്നെ ഡെത്ത് കാർഡാണ്. അത് നിങ്ങൾക്ക് എന്താ ലൈഫിൽ നല്ലൊരു മാറ്റം സംഭവിക്കാൻ പോകണമെന്നാണ് പറയുന്നത്. പുതിയൊരു തുടക്കം വരണോ എന്നാണ് പറയണത്. ഇപ്പൊ നിങ്ങൾ നോ കോണ്ടാക്ട് ഒക്കെ ആയിട്ട് റിലേഷൻഷിപ്പിൽ നോ കോണ്ടാക്ട് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇനി ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ന്യൂ ലൈഫ് വരുന്നു നിങ്ങളിലേക്ക്. ലൈഫിൽ ഒരു പുതിയ ഐഡിയാസും ചേഞ്ചസും ഒക്കെ നിങ്ങളിലേക്ക് വരുന്ന പറയുന്നത്. പുതിയൊരു ലൈഫ് വരുന്നെന്ന് പറയും. റിലേഷൻഷിപ്പിൽ ആണെങ്കിൽ ഒരു നല്ലൊരു പുതിയ തുടക്കം വരാൻ പോകുന്നു. പിന്നെ നിങ്ങൾ വളരെ സത്യസന്ധതയും സഹായിക്കാൻ, മറ്റുള്ളവരൊക്കെ സഹായിക്കാൻ നല്ല മനസ്സുള്ള ആൾക്കാരാണെന്നാണ് പറയണത് കേട്ടോ. വളരെ സ്ട്രോങ്ങും പവർഫുൾ ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങള്. മറ്റുള്ളവരെ മനസ്സിലാക്കാനും ഒക്കെയുള്ള നല്ല കഴിവുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ വളരെ ഊർജ്ജസ്വലയായ വ്യക്തികളാണ്. എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി അറിയുന്ന ആൾക്കാരാണ് നിങ്ങളെ. നിങ്ങൾക്ക് പുതിയ ഐഡിയാസ് വരാ. നിങ്ങളുടെ സ്ഥിരോത്സാഹം ധൈര്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം ഉണ്ടാവുന്ന പറഞ്ഞു. ലൈഫിൽ ഒരു ലൈഫിൽ നല്ല നല്ല നേട്ടങ്ങൾ ഉണ്ടാവാൻ പോവാണ്. നിങ്ങളുടെ എല്ലാ കാര്യത്തിലും നല്ല ലാഭം ഉണ്ടാവാൻ പോണെന്നാ പറഞ്ഞത്. ബിസിനസ്സിലായാലും എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഇനി നല്ല വിജയം ഉണ്ടാവും. സക്സസും വിജയമൊക്കെ നിങ്ങളിലേക്ക് വരുന്നു. ഒരു പുതിയൊരു വഴി നിങ്ങൾക്ക്, പുതിയൊരു പാത നിങ്ങൾക്ക് തുറന്നു കിട്ടാണ്. വിദേശത്ത് പോവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും നടക്കാമെന്നാ പറയുന്നത്. ഇനി വളരെ കുറച്ചു പേർക്കാണ് പറഞ്ഞത്. കുറച്ചു പേർക്കൊരു ഇത് പറഞ്ഞു ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞു. ഇപ്പൊ റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു നിരാശയും ഉപേക്ഷിക്കലോ അതൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ കുറച്ചു പേർക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ട് വരുന്ന വെച്ചാൽ ഒരു ചീറ്റിങ്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചീറ്റിങ് നിങ്ങളെ ചുറ്റിപ്പറ്റിയിട്ട് ഉണ്ടെന്നാ പറയുന്നത്. നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങളെ കാര്യങ്ങൾ നടക്കാതിരിക്കുക. വളരെ കുറച്ച് പേർക്കുള്ള കേട്ടോ. നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാതിരിക്കുക. അതിനെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പുറകിൽ ഒരാള് നിങ്ങളെ മറിഞ്ഞിരുന്നുകൊണ്ട് നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ട്. നിങ്ങള് ഒരു കൗശലക്കാരൻ, ഒരു കണ്ണിങ് ആയിട്ടുള്ള ഒരാളുടെ പ്രവൃത്തി കൊണ്ടാണ് അങ്ങനെ നിങ്ങൾക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത്. അത് നിങ്ങളെ മറിഞ്ഞിരുന്നുണ്ട് ഒരാള് നിങ്ങൾക്ക് എന്തെങ്കിലും പണി തന്നുകൊണ്ടിരിക്കേണ്ട. പണി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആഭിചാരമായിട്ടോ എന്തെങ്കിലും അങ്ങനെ ഉപദ്രവിക്കാം. ഇപ്പൊ ആഭിചാരക്രിയകളൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഒരാള് നന്നാവുന്നത് ആർക്കും കണ്ടുകൂടാ. അപ്പൊ അങ്ങനെ അവരെ അടിച്ചു താഴ്ത്താൻ, അവരെ നശിപ്പിക്കാനൊക്കെ ആയിട്ട് അത് അവരെന്ത് വിചാരിച്ചിട്ടാണോ ആ ബാധ തന്നെ വിടുന്നത്. കുറച്ചു പേർക്ക് ഒരു ബാധ ഏറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അത് നോക്കി തിരിച്ചിട്ട് അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവര് വിളിച്ചാൽ മതി. നമുക്ക് ബാധയുണ്ടോ നോക്കി, നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ബാധയുള്ളത് നോക്കിയിട്ട് നമുക്ക് അതിനുള്ള പരിഹാരം ചെയ്യാം കേട്ടോ. ബാധ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു തരാം, ഒഴിവാക്കി തരുന്നതാണ്. അപ്പൊ കുറച്ചു പേർക്ക് അങ്ങനെ ഒരു പ്രയാസങ്ങളുണ്ട്. 7 ഓഫ് കാർഡ് ഇത് വന്നിട്ടുണ്ട്. അപ്പൊ അത് കുറച്ചു പേർക്ക് അതൊരു പണി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആരും ഒരു പണി തന്നിട്ട് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടുള്ള നിങ്ങൾക്ക് ഒരു കുടുക്കിലായപ്പെട്ട പോലെ ഒരുപാട് ചിന്തിച്ചു കൂട്ടാ, നിങ്ങളുടെ ശക്തിയെല്ലാം നഷ്ടപ്പെടുന്ന പോലെ തോന്നാ. എന്താ സ്വയം പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങള്, നിങ്ങളുടെ മാനസികാവസ്ഥയൊക്കെ വളരെ വിഷമമുള്ളതാന്നാ പറഞ്ഞപ്പോ. വളരെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക്. അതെന്താണ്? ഇതിനൊക്കെ ഒരുപാട് വെല്ലുവിളികളൊക്കെ നിങ്ങൾക്ക് എന്താ നിങ്ങൾക്കൊരു ചതി ഉണ്ടാവാം. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സും ബുദ്ധിയൊക്കെ നേർവഴിക്ക് ആക്കാം. തന്ത്രങ്ങൾ മനയാ, ഒരു വഞ്ചന നിങ്ങൾക്ക് വരാം. മനസാക്ഷി ഇല്ലാത്ത പോലെ നിങ്ങൾക്ക് മറ്റുള്ളവരെ മനസാക്ഷി ഇല്ലാത്ത പോലെ പെരുമാറ്റം ഉണ്ടാവാം. കളവ് ചെയ്യുക, കളവ് പറയുക, ചതിക്കുക. അങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ചീറ്റിംഗ് ആണ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം നിങ്ങളെ ബാക്കിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്കൊരു പണി വന്നിട്ടുണ്ടെന്നാണ് അർത്ഥം. പണി എന്ന് വെച്ചാൽ ഒരു ആഭിചാരക്രിയകള് അല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷം വരാനായിട്ട് ആരും എന്തോ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. അത് വളരെ കുറച്ച് പേർക്കാണ് അതുള്ളത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണൽ റീഡിങ് എടുത്ത് നിങ്ങൾ നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് ബാധയോ
എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. അതുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം ചെയ്യാം. അപ്പൊ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് പോകും. ഇപ്പൊ ഒരാൾ നന്നായി നടക്കുന്ന കാണുമ്പോൾ, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിവൃദ്ധികളൊക്കെ വരുന്ന കാണുമ്പോൾ അതിന് അസൂയായിട്ടും പലരും പലതും ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും തടസ്സം വരുത്താനോ എന്തെങ്കിലുമൊക്കെ, അത് ചിലവർക്കൊരു ഹോബിയാണ് മറ്റുള്ളവരെ ഒന്ന് ഉപദ്രവിക്കാന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒരു ഹോബിയാണ്. അങ്ങനെ വളരെ കുറച്ച് പേർക്കുണ്ട്. അപ്പൊ എന്തെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും പ്രവൃത്തികൾ വരുമ്പോ ജോലി ഇല്ലാതെയാവാ, ഒരു മാനസികമായിട്ട് നമ്മൾ ജോലിയിലെ തടസ്സങ്ങൾ വരാം, എന്തെങ്കിലും അസ്വസ്ഥതകൾ വരാം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരാം. അവരെന്ത് പറഞ്ഞാന്നോ ഒരു ബാധന വിടുന്നത്, അതിനനുസരിച്ചായിരിക്കും നമുക്ക് അനുഭവത്തിൽ വരുന്നത്. അപ്പൊ അത് അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് അത് ബാധയുണ്ടോ എന്ന് തീരുമാനിച്ചിട്ട് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യണം കേട്ടോ. അത് ചെയ്തു തരുന്നതാണ് ഞാൻ. അപ്പൊ എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് എൻ്റെ ശക്തിയും എനിക്ക് പ്രചോദനം എല്ലാം ആവുന്നത്. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും വിഷു ആശംസകൾ. നല്ലൊരു വിഷു ആശംസിക്കട്ടെ.